ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പ്രണയം എന്നത് വളരെ മനോഹരമാണ്. അതിന് പ്രായഭേദമോ ഒന്നും തന്നെ ഇല്ല. പ്രായം നോക്കിയിട്ടൊന്നും നമുക്ക് പ്രണയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും അത് നേരായ വഴിയിലൂടെ ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിലൊരുപാട് ഡീമെറിറ്റൊക്കെ ഉണ്ട്. പ്രണയത്തിൽ വളരെ സങ്കടവും വിഷമവും ഡിപ്രഷനും എല്ലാം തന്നെ ഉള്ളൊരു സംഭവമാണ്. എന്നിരുന്നാലും പ്രണയത്തിന് പ്രായഭേദമില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളുമായിട്ട് ചെറുപ്പക്കാർ പ്രണയത്തിലാവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ചുരുക്കത്തിലായിട്ട് നിസ്സാരവൽക്കരിച്ച് പറയാൻ പറ്റും. പ്രായത്തിൻ്റെ പക്വത ഉണ്ടെങ്കിൽ അത് മെച്യൂരിറ്റി ഉണ്ടായിരിക്കുമെന്നുള്ളൊരു നിഗമനത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാർ അവരെക്കായും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് അടുക്കാനും പ്രണയിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടാനും ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു മറുപടിയാണ് ഇന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ മുതിർന്ന സ്ത്രീകൾക്ക് അവർക്ക് ഐശ്വര്യവും ആകർഷണവും അതുപോലെ തന്നെ സൗന്ദര്യവും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികൾക്കായിരിക്കുമല്ലോ അത് ഫേസിനൊക്കെ ഗ്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഓക്കെയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ചുറ്റുപാടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ 30s കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും എപ്പോഴും അവരുടെ സൗന്ദര്യത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് വെച്ചാൽ 17 ഏജിലൊക്കെ ആയിരിക്കും ഏറ്റവും സൗന്ദര്യം കൂടി നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പക്ഷേ അതിനെല്ലാം തൃണവൽക്കരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സ്വയം ഒന്ന് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എബോവ് 30s കഴിയുമ്പോഴാണ് ഈ ഒരു സ്ത്രീയുടെ ഏറ്റവും സൗന്ദര്യം എല്ലാം പുറത്തു വരുന്ന സമയം എന്ന് പറയുന്നത്. എപ്പോഴും എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള സമയം. നമ്മളെന്താണെന്ന് നമ്മൾ ഇതുവരെ കുറച്ചൊക്കെ ഒരു മായിക ലോകത്തായിരിക്കും. അതിനുശേഷം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എബോവ് 30s എന്ന് പറയുന്നത്. ആ ടൈമിലായിരിക്കും അവരുടെ എല്ലാ തരത്തിലുള്ള സൗന്ദര്യവും വശ്യതയും ആകർഷണം എല്ലാം കൂടി വരുന്നത്, അതുപോലെ തന്നെ പക്വതയും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ തന്നെക്കാൾ മുതിർന്ന സ്ത്രീകളോട് പുരുഷന്മാർക്ക് എപ്പോഴും ഒരു ആകർഷണവും ഇഷ്ടവും തോന്നുന്നത്. പക്ഷേ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ പക്വതമായിട്ടുള്ള ബിഹേവ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഭയങ്കര എന്താ പറയണേ മോളെ പാലെ അങ്ങനെ തേനെ അങ്ങനെയൊക്കെയുള്ളൊരു ടോക്കായിരിക്കും അവർ. പക്ഷേ ഈ മുതിർന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും എന്ന് പറയുന്നത് വളരെ മെച്യൂറായിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുക, ഒരു മുതിർന്ന പുരുഷനായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള ബഹുമാനം നൽകുകയും, അതായത് പ്രായത്തെക്കുറിച്ചൊരു ബോധം അവർക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകളിലേക്ക്, അതായത് പക്വതയോട് കൂട്ടിയിട്ടുള്ള ബിഹേവ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഈ കൊഞ്ചിക്കുഴലുകളൊന്നും അധികം താല്പര്യമില്ലാത്തവരാണ് ഒട്ടുമിക്ക പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ വളരെ മെച്യൂറായിട്ടുള്ള പെരുമാറുന്ന സ്ത്രീകളോട്, അതായത് അപ്പോൾ പ്രായത്തിൽ മുതിർന്നവർക്ക് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോടൊരു ഇഷ്ടം പ്രത്യേക താല്പര്യവും കാണിക്കും. പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് എപ്പോഴും അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാത്തിനും അവർക്ക് പ്രാധാന്യം, അതുപോലെ ഒരു മുൻധാരണയും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തൻ്റെ ആഗ്രഹത്തിൽ ലക്ഷ്യം നേടിച്ചേരാൻ വേണ്ടിയിട്ട് അവരെന്തുമാത്രം പ്രയത്നിക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനും കഴിവുള്ളവരായിരിക്കും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചോദിക്കുന്ന ഒരു പങ്കാളിയെയാണോ ഒരു എന്താ പറയുക നല്ല ഒരു ദൃഢമായിട്ടുള്ള ബന്ധമാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുരുഷന്മാരെപ്പോഴും പറയുന്നത് ദൃഢമായിട്ടുള്ളൊരു ബന്ധം തന്നെ വേണമെന്നാണ്. അപ്പോൾ ഒരു ദൃഢമായിട്ടുള്ളൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരെപ്പോഴും തങ്ങളുടെ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീയെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അവരവരെക്കുറിച്ചുള്ള നല്ലൊരു ആത്മബോധവും സെൽഫ് കോൺഫിഡൻസും എപ്പോഴും പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളെക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. പ്രായം കൂടുതലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തങ്ങളുടെ പുരുഷനെ എപ്പോഴും ആശ്രയിക്കാതെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാതെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കാനും കഴിവുള്ളവരായിരിക്കും. എപ്പോഴും പുരുഷന്മാരെ ഇങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ പണത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കില്ല എപ്പോഴും. എല്ലാ തരത്തിലുള്ള ഒരു
ആത്മവിശ്വാസവും അതുപോലെ തന്നെ മുൻധാരണയും എല്ലാം തന്നെ പ്രായമായ സ്ത്രീകൾക്ക് അവരുടെ ജീവിത അനുഭവവും പരിചയവും വെച്ചൊക്കെ ഉണ്ടായിരിക്കും. അത് അവരുടെ ജീവിതത്തിൽ, അതായത് ജീവിതത്തിൽ എപ്പോഴും നിഴലിച്ച് കാണുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്ത് കാര്യത്തിലും എന്ത് പ്രതിസന്ധിയെ നേരിടുന്നതിനും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു തന്നെ നിൽക്കും. അത് നേടിയെടുക്കാൻ വേണ്ടി അതറ്റം വരെ പോകാനായിട്ടും അവർ തയ്യാറായിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോഴെപ്പോഴും അവരെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് വളരെയേറെ ഇഷ്ടമാണ്. അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു പരിചരണവും സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്നത് എപ്പോഴും പ്രായത്തിലും മുതിർന്ന സ്ത്രീകളിൽ നിന്നായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ധാരണകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പ്രായത്തിൽ മുതിർന്ന സ്ത്രീയോടാണെങ്കിൽ പോലും പുരുഷന് പ്രണയം തോന്നുകയും ഇഷ്ടം തോന്നുകയും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.